നമസ്കാരം. പി അൻവർ എം.എൽ.എ ഉന്നയിച്ച ആരോപണങ്ങളിൽ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും വെട്ടിലായിരിക്കവേ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവും മുൻ എം.എൽ.എയുമായ കെ.എം. ഷാജിയും രംഗത്ത് വന്നു. കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു എന്ന് ഷാജി കുറ്റപ്പെടുത്തി. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം അജണ്ടകളുടെ ഭാഗമാണ്. തൃശൂർ വേണോ മകൾ വേണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. മകളെ കിട്ടിയപ്പോൾ തൃശൂർ പോയി. ഇതുമായി ബന്ധപ്പെട്ട് പി അൻവർ എം.എൽ.എ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും കെ.എം. ഷാജി പറഞ്ഞു. വർഗീയമായി തമ്മിൽ തല്ലിക്കാനുള്ള ബി.ജെ.പി. ഫാസിസ്റ്റ് അജണ്ട അതുപോലെ നടപ്പിലാക്കാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്ന അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. പോലീസിൻ്റെ ഭീകരമായ നെക്സസ് രൂപപ്പെട്ടിരിക്കുന്നു എന്നും തൃശൂർ പൂരം കലക്കാനുള്ള എ.ഡി.ജി.പിയുടെ ഇടപെടലുകളും സുരേഷ് ഗോപിയുടെ ജയവും ചേർത്ത് വായിക്കാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമെന്താണ്? തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം അജണ്ടകളുടെ ഭാഗമാണ്. തൃശൂർ വേണോ മകൾ വേണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. മകളെ കിട്ടിയപ്പോൾ തൃശൂർ നഷ്ടമായി. നിരന്തരമായി മാധ്യമങ്ങളിൽ വാർത്തയായിരുന്ന SFIO ഇപ്പോൾ എവിടെയും കാണാനില്ല എന്നും കെ.എം. ഷാജി ചൂണ്ടിക്കാട്ടി. സമീപകാല ചർച്ചകളിൽ ഒന്നും മുഖ്യമന്ത്രിയുടെ മകളുമില്ല. അടിസ്ഥാനപരമായി സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നു. അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. അൻവർ പറയുന്നത് പോലെ ഒരു അജിത്തിലോ ശശിയിലോ നിൽക്കുന്ന കാര്യമല്ല ഇത്. ഇതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മുമ്പ് ഇക്കാര്യം പറഞ്ഞതിന് ഞാൻ വേട്ടയാടപ്പെട്ടു. ഇപ്പോൾ ഭരണപക്ഷ എം.എൽ.എ പറയുന്നു തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും കെ.എം. ഷാജി പറഞ്ഞു. പോലീസ് സേനയിലെ ഉന്നതർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് പി അൻവർ തോക്ക് ലൈസൻസിനായി മലപ്പുറം ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് എം.എൽ.എ അപേക്ഷ നൽകിയത്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ മൂലം അവർക്ക് പകയും വിദ്വേഷവും ഉണ്ടായിട്ടുണ്ട്, തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കിയാണ് അൻവർ അപേക്ഷ നൽകിയത്. തുടർച്ചയായ രണ്ടാം ദിവസവും എ.ഡി.ജി.പി. അജിത് കുമാറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് അൻവർ നടത്തിയത്. തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിന് സമീപം അജിത് കുമാർ 12,000 സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരം പണിയുന്നു എന്നാണ് ഇന്ന് ഉന്നയിച്ച പ്രധാന ആരോപണം. എ.ഡി.ജി.പിക്കെതിരെ കൊലപാതകമടക്കമുള്ള അതീവ ഗുരുതര ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസവും അൻവർ ഉയർത്തിയിരുന്നു. എ.ഡി.ജി.പിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാജയമാണെന്നും അൻവർ പറഞ്ഞിരുന്നു. അൻവറുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. SP സുജിത് ദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പ് നേരത്തെ ശുപാർശ നൽകിയിരുന്നു. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതായിട്ടാണ് അന്വേഷണ റിപ്പോർട്ട്. സേനയ്ക്ക് നാണക്കേടെന്ന DIG അജിത ബീഗത്തിൻ്റെ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറി. വിവാദത്തിന് പിന്നാലെ സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP അജിത് കുമാറിനെയും മാറ്റും. പി അൻവറിൻ്റെ ഫോൺ വിളിയിൽ സുജിത് ദാസ് സർവീസ് ചട്ടം ലംഘിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ട്. അൻവർ വിളിച്ച് പരാതി പിൻവലിക്കാനായി സ്വാധീനിക്കാൻ ശ്രമിച്ചത് തെറ്റാണ്. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് ഓഡിയോ പുറത്തു വന്നതിലൂടെ ഉണ്ടായത്. ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ നീക്കത്തിന് MLA പ്രേരിപ്പിച്ചതും ഗുരുതര ചട്ടലംഘനം നടന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു.